ഇനി വിദേശ വാർത്തകളിലേക്ക്. ഗസയിൽ ഹമാസിന്റെ തിരിച്ചടിയിൽ ഇസ്രയേൽ കരസേനയ്ക്ക് വൻ നാശനഷ്ടം. ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 130 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ഉണ്ടായി. ചെങ്കടലിൽ അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾ ഹൂതികൾ ആക്രമിച്ചു എന്ന് വാർത്തയും വരുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഹായ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായോ എന്നിനി ചോദിക്കേണ്ട കാര്യമില്ല. സമാധാനം വളരെ അകലെയാണ്. മാത്രമല്ല മറ്റേ യഥാർത്ഥത്തിൽ ഒരു യുദ്ധഭീതി മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി പടരുകയാണ്. എസ്കെൻ ഇപ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടായിട്ടുള്ളത്, ഇപ്പോൾ വിഷ്വൽസ് വരുന്നുണ്ട് ഗസയിൽ നിന്ന്. അതിലെ പ്രധാനപ്പെട്ടത് കാണിക്കുന്നത് അവിടുത്തെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഹമാസിൻ്റെ പ്രവർത്തകർ അവർ വലിയ ശക്തിയോടെ തെക്കൻ ഗസയിലും മധ്യ ഗസയിലുമൊക്കെ ഇസ്രായേൽ സേനയ്ക്കെതിരെ തിരിച്ചടി നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു പക്ഷേ ഇസ്രായേൽ പറയുന്ന പോലെയുള്ളൊരു മുന്നേറ്റം ആ മേഖലകളിൽ എളുപ്പമല്ല. ഉഗ്രയുദ്ധമാണ് നടക്കുന്നത്. അവിടെ ചില ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ തകർത്തിരിക്കുന്നു. ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്നു. 5000 ഇസ്രായേൽ സൈനികരെ തിരിച്ചോടിച്ചു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് അത്ര അനുകൂലമല്ല. ഇതുവരെ 100 ദിവസം പിന്നിടുന്നത് വരെ ഇസ്രായേൽ സേനയ്ക്കുണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ്, ഒരുപക്ഷെ വാർത്തകൾ വലതും പുറത്തു വരാതിരുന്നതാണ്. 200-ലേറെ ഇസ്രായേൽ സൈനികർ ഇതിനകം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇതിനിടയിൽ 10,000-കണക്കിന് ഇസ്രായേൽ സൈനികർ ഇസ്രായേലിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്ന് ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അത്ര എളുപ്പത്തിലുള്ള യുദ്ധമല്ല ഗസയിൽ നടക്കുന്ന എസ്കെൻ. അതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 130 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അതോടെ മരണസംഖ്യ 24,000 കടന്നിരിക്കുന്നു. 100 ദിവസം പിന്നിടുമ്പോൾ 24,000 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ 10,000-ലേറെ കുഞ്ഞുങ്ങളാണ്, 7,000-ലേറെ സ്ത്രീകളാണ്, ബാക്കിയുള്ളവരാണ് മിലിറ്ററിയിലും അതുപോലെ അല്ലെങ്കിൽ അവരുടെ ഹമാസിൻ്റെയൊക്കെ ഇതിൽപ്പെട്ടവർ. അപ്പോൾ ഈ ഹമാസിനെ വേട്ടയാടുന്നു എന്ന് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനേക്കാൾ കൂടുതൽ നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത്. എന്തായാലും ഇന്ത്യ അതിശക്തമായ നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ സ്വീകരിച്ചു എന്ന വാർത്തകൾ ഈ സമയത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഗസയിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇങ്ങനെ ആയിരക്കണക്കിന് കൊല്ലപ്പെടുന്നതിനെ ഇന്ത്യ എതിർക്കുന്നു. ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇസ്രായേലിനോട് ഉറച്ച സ്വരത്തിൽ ഇന്ത്യ പറയുന്ന അവസ്ഥയിലെത്തി. തുടക്കത്തിൽ ഇസ്രായേലിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന, പ്രത്യേകിച്ച് ഇസ്രായേലിൽ ഹമാസ് കയറി ആക്രമണം നടത്തിയപ്പോൾ ആ തരത്തിൽ പ്രതികരിച്ചതാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗസയിൽ നടക്കുമ്പോൾ തന്നെ എസ്കെൻ ചെങ്കടൽ ഒരു യുദ്ധത്തിൻ്റെ വലിയ കേന്ദ്രമായി മാറുന്നു. ചെങ്കടലിൽ നിന്ന് 3-ാം ദിവസവും അമേരിക്ക ആക്രമണം നടത്തി വടക്കൻ യമനിലേക്ക്. അവിടുത്തെ ഹൂതി കേന്ദ്രങ്ങൾ 72 സ്ഥലങ്ങളിലാണ് അവർ ബോംബാർഡിംഗ് നടത്തിയത്. ടോമാഹോക്ക് മിസൈലുകളടക്കം അമേരിക്കയുടെ 3 യുദ്ധക്കപ്പലുകളിൽ നിന്ന്, ചെങ്കടലിലെ യുദ്ധക്കപ്പലുകളിൽ നിന്ന് അയച്ചു. വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു. ഒരുപാട് മിലിറ്ററി കേന്ദ്രങ്ങൾ, അവരുടെ സൈനികർ യമനിലെ ഹൂതികളുടെ സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ തിരിച്ച് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട്. ആ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി ഹൂതികൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങിയ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇതുവരെ സമാധാനം പറഞ്ഞ് നിന്ന ആന്റണി ബ്ലിങ്കൻ വന്ന് പറഞ്ഞതാണ് ഗസ വിട്ടു പോകരുത് യുദ്ധം. പക്ഷേ ഇതാ യുദ്ധം ചെങ്കടലിലേക്കും യമനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു. എസ്കെ, ഇനി മാലദ്വീപിൻ്റെ പ്രശ്നം. ഇന്ത്യൻ സൈനികരോട് മാലദ്വീപ് വിട്ടുപോകാൻ അവിടുത്തെ പ്രസിഡന്റ് സമയം നിശ്ചയിച്ചിരിക്കുന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല ചൈനയോട് മാലദ്വീപ് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ വാർത്ത ഇന്ത്യക്ക് ഒട്ടും സുഖകരമായ വാർത്തയല്ല. പ്രത്യേകിച്ച് ചെറിയ രാജ്യമാണെങ്കിലും മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ രാജ്യമാണ്. എല്ലാ കാലത്തും ഇന്ത്യയോടൊപ്പം നിന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മൊയ്സു എന്ന ഇന്ത്യ വിരുദ്ധനായ ചൈനീസ് അനുകൂലിയായ ആളാണ് പ്രസിഡൻ്റായത്. അദ്ദേഹം അന്ന് തന്നെ പ്രഖ്യാപിച്ചു അവിടെയുള്ള ഒരു 700-800 ഇന്ത്യൻ സൈനികർ അവിടെ കാവലുണ്ടായിരുന്നു. അവരോടൊക്കെ പുറത്തു പോകാൻ പറഞ്ഞു, സമുദ്ര പരിവേഷം നിർത്താൻ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം എസ്കെൻ. പ്രത്യേകിച്ച് അവർ ചൈനയിൽ ഒരാഴ്ചത്തെ സന്ദർശനം നടത്തി തിരിച്ചെത്തിയിരിക്കുകയാണ് മുഹമ്മദ് മൊയ്സു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ 77 സൈനികർ കൂടി ബാക്കിയുണ്ട്, ഉടൻ തന്നെ വിട്ടുപോകണം. മാർച്ച് 15 വരെ ഡേറ്റ് ഉണ്ട്, അതിനുള്ളിൽ പോയേക്കണം. ഒരു ചെറിയ രാജ്യം ഇന്ത്യയോട് കൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സുഖകരമല്ല. എന്തായാലും ഇന്ത്യ കർശനമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രിക്കറ്റ് താരങ്ങളും
അതുപോലെ തന്നെ ബോളിവുഡ് താരങ്ങളൊക്കെ ഇതിനെ തുടർന്ന് മാലദ്വീപിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാലദ്വീപിൻ്റെ ടൂറിസം മന്ത്രാലയം പ്രസിഡന്റിനെ ധിക്കരിച്ചുകൊണ്ട് ഇന്ത്യയോട് ക്ഷമ ചോദിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ അവിടുത്തെ 3 മന്ത്രിമാർ അപമാനിച്ച് തെറ്റായിപ്പോയി, നിങ്ങൾ വരണം, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. പക്ഷേ പ്രസിഡന്റിന് അത് മനസ്സിലാവുന്നില്ല. എന്തായാലും പ്രസിഡന്റിന് ഒരു തിരിച്ചടി ആദ്യം തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇന്നലെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രാജിവെച്ച ഒഴിവിലാണ്. പ്രസിഡന്റ് ആയിരുന്ന ആൾ നേരത്തെ മേയറായിരുന്നു മൊയ്സു. ആ ഇതിൽ അദ്ദേഹത്തിന്റെ എതിർ പാർട്ടി, ഇന്ത്യയെ അനുകൂലിക്കുന്ന പാർട്ടി ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അനുകൂലമായി ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപുമായിട്ടുള്ള ബന്ധം വഷളായി എന്ന് സമ്മതിക്കുന്നുണ്ട്. എല്ലാ കാലത്തും ഒരുപോലെ നമുക്ക് ബന്ധങ്ങൾ കൊണ്ടുപോകാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ത്യ മാലദ്വീപിലെ സംഘർഷം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എസ്കേൻ. ചൈനയെ തടയുമെന്നും ജനാധിപത്യം സംരക്ഷിക്കുമെന്നും തായ്വാന്റെ പുതിയ പ്രസിഡന്റ് വില്യം ലായ് പറയുന്നു. രോഷാകുലരായ ചൈന തായ്വാൻ അതിർത്തിയിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചു എന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, തായ്വാനിൽ എന്ത് നടക്കുന്നു? എസ്കേൻ, ഒരു മേഖല കൂടി വീണ്ടും സംഘർഷ മേഖലയാവുന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കുന്നതല്ല. എന്തായാലും തായ്വാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചൈന വിരുദ്ധരായിട്ടുള്ള ഭരണകക്ഷി ഇവിടെ പ്രസിഡന്റായിട്ട് വന്നു എന്നുള്ളത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. വില്യം ലായ്, അദ്ദേഹത്തിൻ്റെ പേര് ലായ് ചിങ്തെ എന്നാണ് യഥാർത്ഥ നാമം, പക്ഷേ വില്യം ലായ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം ഇതുവരെ തായ്വാൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വനിതാ പ്രസിഡന്റ്, ഇപ്പോൾ നിലവിലുള്ള വനിതാ പ്രസിഡന്റ് സായിൻ വെൻ 8 വർഷം പൂർത്തിയാക്കി സ്ഥാനമൊഴിയുകയാണ്. ഇദ്ദേഹം വളരെ കടുത്ത ചൈന വിരുദ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. അമേരിക്കയുമായി വലിയ സുഹൃത്ത് ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ വളരെ ഇൻഫോർമലായിട്ട് അമേരിക്കയുടെ ഉന്നതതല സംഘം തായ്വാനിൽ എത്തിയിരിക്കുന്നു. ചൈന വല്ലാതെ പ്രകോപിതരാണ്. ചൈന അതുപോലെ തന്നെ അമേരിക്ക ഭരണപക്ഷത്തെ, തായ്വാൻ്റെ ഭരണപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ചൈന വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ രീതിയിൽ ചൈനയിൽ നിന്ന് വിട്ടുപോകാമെന്ന് തായ്വാൻ കരുതേണ്ട. തായ്വാൻ ചൈനയുടെ ഭാഗമാണ്, വേണ്ടി വന്നാൽ ബലം പ്രയോഗിക്കും. ഇത് പാർട്ടി കോൺഗ്രസിൽ തന്നെ ഷി ജിങ് പിങ് ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞതാണ്. എന്തായാലും ചൈന യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുകയാണ് SKN എന്ന് മാത്രമല്ല അവരുടെ യുദ്ധവിമാനങ്ങൾ തായ്വാന് ചുറ്റും റൗണ്ട് ചുറ്റുന്നുണ്ട്. വല്ലാത്ത രീതിയിൽ ചൈന അസ്വസ്ഥരാണ്. ചൈന ആ തരത്തിലുള്ള ഭീകരമായിട്ടുള്ള എന്താ പറയുക ഭീഷണി മുഴക്കിയിരിക്കുന്നു. എന്തായാലും തായ്വാൻ മേഖല, ആ കടലിടുക്ക് അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷ മേഖലയായി കൂടി മാറുന്നു. ഒപ്പം തന്നെ SKN വടക്കൻ കൊറിയ ബാലിസ്റ്റിക് മിസൈൽ അയച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ദക്ഷിണ കൊറിയയും ജപ്പാനും അമേരിക്കയും എതിരെ രംഗത്ത് വന്നിരിക്കുന്നു. തായ്വാന് പിന്നാലെ കൊറിയയും സംഘർഷത്തിന്റെ മേഖലയായി മാറുകയാണ് SKN. ജെയിംസിനെ നാളെ കാണാം വിദേശ വാർത്തകളുമായി.